ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചീരയും ചെമ്മീനും ചക്കക്കുരുവും കൂടി നല്ല അടിപൊളി ഒരു കറിയാണ് വയ്ക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടിയും ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചീരയും ചെമ്മീനും ചക്കക്കുരും കൂടി നല്ല സ്വാദിഷ്ടമായ രീതിയിൽ വെക്കണമെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ ഞാൻ ചീരയും ചെമ്മീനും ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. ചെമ്മീൻ തൊണ്ടൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ചക്കക്കുരുവിൻ്റെ മുകളിലെ തൊലി മാത്രമേ നമ്മൾ കളഞ്ഞിട്ടുള്ളൂ. ചീര ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു തണ്ടുണ്ടല്ലോ, ആ തണ്ട് ഞാൻ വേറെയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ തണ്ടും അതുപോലെ തന്നെ ചെമ്മീനും ചക്കക്കുരും കൂടി ആദ്യം തന്നെ നമുക്ക് കുക്കറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഈ ചെമ്മീൻ മുഴുവനായിട്ട് നമ്മൾ കറിയിലിടുന്നില്ല. ഇപ്പോൾ ഇതുപോലെ നമ്മൾ ചെമ്മീൻ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ഓരോ ബാച്ചായിട്ട് ഒരു പാത്രത്തിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ പച്ചക്കറികളൊക്കെ ഒലത്ത് തോരനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് കറി വയ്ക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇതുപോലെ നമ്മൾ ഓരോ ചെറിയ ബാച്ചായിട്ട് ഇങ്ങനെ വെച്ചേക്കണം. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഫ്രീസായാലും നമുക്ക് എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇതൊറ്റ ഇതിലങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്നൊരു കുറച്ച് എടുക്കണമെങ്കിൽ നമ്മൾ മൊത്തമായിട്ടും അത് ഐസൊക്കെ കളഞ്ഞെടുക്കേണ്ടി വരും. അപ്പോൾ ഇതേപോലെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം എടുക്കാം. അപ്പോൾ ആവശ്യം വരുമ്പോൾ ഒരെണ്ണം മാത്രം എടുത്തിട്ട് നമുക്ക് കറിയിലിട്ടാൽ മതി. ചെമ്മീൻ നമ്മൾ വെജിറ്റബിൾസിലിട്ട് വെക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഒന്നും ഇടേണ്ട. ഒരു 10 ചെമ്മീൻ ഇട്ടാൽ മതി. ഒരു ചെറിയ ചെമ്മീനാണെങ്കിൽ ഒരു 10 എണ്ണം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്, അതിൻ്റെ ഗ്രേവിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്കിത് ഫ്രീസറിലേക്ക് വെക്കാം. അപ്പോൾ നമുക്കിനി കറി വെക്കാനുള്ള ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ നമുക്ക് ചക്കക്കുരും കൂടി ഇതിലേക്ക് ഇടാം. ചക്കക്കുരുവിൻ്റെ ആ റെഡ് തൊലി ഞാൻ കളയാറില്ല. ആദ്യം കളഞ്ഞാണ് ഞാൻ കറി വെച്ചിരുന്നത്. പക്ഷേ ആ തൊലി ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കുറയ്ക്കുമെന്നാണ് പറയുന്നത്. അത് കേട്ടതിൽ പിന്നെ ഞാൻ ആ തൊലി കളയാറില്ല. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരു 1/4 ഗ്ലാസ് വെള്ളം മതി. ശരിക്കും ഡ്രൈ ആയിട്ടാണ് നമ്മൾ ഒലത്തെടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ വേവാനുള്ള വെള്ളം ചെമ്മീനിൽ നിന്ന് ഇറങ്ങി വന്നോളും. ഇപ്പോൾ ഇത് ചീരയുടെ തണ്ടാണ്. ചീരയുടെ ഇല മാത്രം അരിഞ്ഞ് മാറ്റി വെച്ചിട്ട് ആ തണ്ടാണ് ഇത്. അപ്പോൾ ഇത് നമുക്ക് ഈ ചക്കക്കുരുവിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് കുക്കറിലിട്ട് അടിക്കാം. ഇതിലേക്ക് നമുക്കൊരു അല്പം ഉപ്പും ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഒരു 2 വിസിലടിക്കാം. ഒരു വിസിലടിക്കുമ്പോൾ തന്നെ വെന്തോളും. പക്ഷേ ആ ചക്കക്കുരു ഒന്ന് അലിഞ്ഞ് വരാനാണ് നമ്മൾ 2 വിസിലടിക്കണത്. ഇനി നമുക്ക് താളിക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് സ്റ്റൗവിൽ. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ ചെമ്മീൻ ഇട്ട് നിൽക്കുന്നതുകൊണ്ടാണ് കടുക് പൊട്ടിക്കാത്തത്. അതല്ലെങ്കിൽ ചെമ്മീൻ ഇടാതെ ചക്കക്കുരും ചീരയും കൂടി വെക്കുകയാണെങ്കിൽ ഞാൻ കടുകും കൂടി പൊട്ടിക്കാറുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ നമുക്ക് ഒരു 2 സവാളയും കൂടി ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. മീഡിയം ടൈപ്പ് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു പിടി ഉള്ളി നമുക്കൊന്ന് ചതച്ചിട്ട് കൊടുക്കാം. ആ ഉള്ളിയുടെ ഒരു സ്മെല്ലും കൂടി ആകുമ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് കിട്ടും കറി. ഞാനിതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, ആ ഗ്രേവിയും ആ കറിയും കൂട്ടി ചോറിനും നമുക്ക് വേറെ ഒരു കറിയും തന്നെ വേണ്ട ഭക്ഷണം കഴിക്കാനായിട്ട്. അത് മാത്രം മതി. അതല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഡ്രൈ ആക്കി എടുത്താലും ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്ര മസാല മാത്രം മതി ഇതിലേക്ക്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ശരിക്കും ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരും ചെമ്മീനും ചീരയുടെ തണ്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
എന്നിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിന് മേലെ നമുക്ക് ഇതിന് ആവശ്യമുള്ള ഉപ്പും കൂടി നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കണം, നമ്മൾ ആദ്യം കുറച്ച് ഉപ്പിട്ടതാണ്. ഇപ്പോൾ നമ്മൾ ചീര ഇടാൻ പോകുന്നുണ്ടല്ലോ, അപ്പോൾ അതിലേക്കും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഇടണ്ട, അതല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു സ്വല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം. ചീര നമ്മളെ പാത്രത്തിൽ നിറഞ്ഞിരിക്കും, അപ്പോൾ നമുക്ക് ഇളക്കാനൊക്കെ പാടാണ്. അപ്പോൾ അതുകൊണ്ട് ചീര നമ്മൾ ഇട്ട ഉടനെ ഇളക്കണ്ട, ഇതൊന്ന് മൂടി വയ്ക്കുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ചീര താന്ന് അതിൻ്റെ അളവ് കുറയും. അപ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചീര ശരിക്കും താഴേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 3 മിനിറ്റും കൂടി 2-3 മിനിറ്റും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. വളരെ ടേസ്റ്റുള്ളൊരു കറിയാണ്. ആ ഗ്രേവി ഉണ്ടല്ലോ, ആ ഗ്രേവിയും കൂട്ടി ചോറുണ്ടുമ്പോൾ നല്ല രസമാണ്. അതാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നത് തന്നെ. ഇത് പിന്നെ നമുക്ക് വേണമെങ്കിൽ പരിപ്പും കൂടി ഇതിൽ ചേർക്കാം. ചെമ്മീൻ ഇടുന്നില്ല എങ്കിൽ പരിപ്പും ചക്കക്കുരും ചീരയും കൂടിയിട്ട് ചേർത്ത് കറി വെച്ചാലും വളരെ ടേസ്റ്റാണ്. അപ്പോഴും ഞാനിതുപോലെ കുറച്ച് ഗ്രേവി വെക്കാറുണ്ട്, ഒരല്പം മാത്രം. ഇതുപോലെ തന്നെ ചക്കക്കുരും ഉണക്കച്ചെമ്മീനും ചീരയും കൂടി വെക്കാവുന്നതാണ്, വളരെ ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകല്ലേ. പിന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്